തൻ്റെ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവപുത്രൻ മാനവകുലത്തിന് സമ്മാനിച്ച രക്ഷ അതിരുകളില്ലാത്തതാണ്. സമഗ്രമായ വിമോചനമാണ് ക്രിസ്തുവിലൂടെ സകല ആത്മാക്കളും നേടിയെടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി പ്രത്യേകമായ ദൈവിക പദ്ധതികളുടെ പിൻബലത്തിൽ ഉയർന്നുവരുന്ന അനേകർ ആ ദൈവവിളികളിലൂടെ ഈ കാലത്തുള്ള തൻ്റെ അജഗണത്തിന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്ന നന്മകൾ സമാനതകളും അതിരുകളും ഇല്ലാത്തതാണ്. ആത്മീയവും ഭൗതികവുമായ ശക്തമായ നേതൃത്വം തൻ്റെ ജനത്തിന് നൽകുവാനും അവർക്ക് മാതൃകകളായി ഈ ലോകത്തിൽ ഉയർന്നു നിൽക്കുവാനും വേണ്ടിയാണ് ദൈവം ചിലരെ പ്രത്യേകമായി വളർത്തിയെടുക്കുന്നത്. അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തൻ്റെ പ്രവർത്തന രീതികൾ കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തനാണ്. ഇന്ന് ഏറെ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് സ്വാർത്ഥതയുടെയും വെറുപ്പിൻ്റെയും പുറംതോടിനുള്ളിൽ അടയ്ക്കപ്പെട്ട സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ബാല്യകാലത്തെ സ്മരിക്കുന്ന അദ്ദേഹം ഒരു തിരിച്ചുപോക്കിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവിളിക്കായുള്ള പ്രാർത്ഥനയുടെ ആവശ്യകത സ്വന്തം ജീവിതത്തിൽ ആദ്യകാലം മുതൽ അഭിവന്യ പിതാവ് ഉൾക്കൊണ്ടിരുന്നു. മറ്റാരും അറിയാതെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ദൈവവിളിയോടുള്ള അഭിനിവേശമാകുന്ന ദീപം അദ്ദേഹം എക്കാലവും അണയാതെ സൂക്ഷിച്ചിരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. സവിശേഷമായൊരു ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലിൻ്റെയും പശ്ചാത്തലങ്ങളിൽ നിന്നും ദൈവവിളിയുടെ സ്വർഗീയ ചക്രവാളത്തിലേക്ക് പറന്നെത്തിയ ഈ ജീവിതം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് വിസ്മയനീയമായ ദൈവിക പദ്ധതികളുടെ മാഹാത്മ്യമാണ്. അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ പരിശീലന കാലത്തുടനീളം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്ന വ്യക്തമായ ദൈവിക നിയോഗങ്ങളുടെയും ഇടപെടലുകളുടെയും അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ നാളുകളിൽ വ്യക്തമായിരുന്നു. തൻ്റെ സവിശേഷമായ ശ്രദ്ധ ആ ആത്മാവിൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം തിരിച്ചറിവായി വളരേണ്ടതിനും ആത്മവിശ്വാസത്തോടെ മുന്നേറേണ്ടതിനും ദൈവം നൽകിയിരുന്ന സമ്മാനങ്ങളായിരുന്നു അവ. ആകസ്മികതകളുടെ രൂപത്തിൽ വഴിത്താരകളിലുടനീളം ദൈവിക സ്പർശനത്തിൻ്റെ അടയാളങ്ങൾ പതിഞ്ഞിരിക്കുന്നത് തിരിച്ചറിയുവാൻ ഏവർക്കും മാതൃകയാണ് ഈ സാക്ഷ്യം. ഇത്തരത്തിൽ ദൈവം പകർന്നിരുന്ന ബോധ്യങ്ങൾ തുടർന്നുള്ള ജീവിതകാലത്തുടനീളം ഊർജമായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. 1974 പൗരോഹിത്യ പദവിയിലേക്ക് ദൈവം കൈപ്പിടിച്ചുയർത്തിയ ആ അഭിഷിക്തനെ തൻ്റെ മുന്നിൽ മഹത്തായൊരു സേവനപാത തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം അന്നു മുതൽ തന്നെ ലഭിച്ചിരുന്നു. എൻ്റെ തിരുപ്പട്ട സ്വീകരണം 1974 ഡിസംബർ മാസം 18-ാം തീയതിയായിരുന്നു. ആ ദിവസം പട്ടം സ്വീകരിക്കുവാനിടയായതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. പട്ടം സ്വീകരിച്ചപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സിറോ മലബാർ സഭയിലെ പല പ്രധാനപ്പെട്ട സംഭവങ്ങളും ഈ ദിവസം നടന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഡിസംബർ 18-ാം തീയതി അത്ഭുത ശ്ലീവായുടെ തിരുനാളാണ്. മൈലാപ്പൂരിലെ അത്ഭുത ശ്ലീവായുടെ തിരുനാൾ. ഈ തിരുനാൾ ദിവസം
ഈ സഭയിലെ ഒരു പുരോഹിതനായി വാഴിക്കപ്പെട്ടതിൽ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. പൗരോഹിത്യ പദവി വലിയൊരു സേവനത്തിന് വഴി തുറക്കുകയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. എവിടെയായിരിക്കും ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുക എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും ഭാവനകളുമൊക്കെ മനസ്സിൽ നിറഞ്ഞിരുന്നു. പട്ടസ്വീകരണത്തിനു ശേഷം ഏതാനും മാസം വീണ്ടും സെമിനാരിയിൽ ചില പരിശീലന പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം മെയ് മാസത്തിലാണ് 1975 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇടവക ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടത്. ആത്മീയ ബോധ്യങ്ങളിൽ കർത്താവിൻ്റെ അജഗണത്തെ നയിക്കുന്നതിനൊപ്പം ഭൗതികമായ ഇടപെടലുകളുടെ അനിവാര്യതയും മനസ്സിലാക്കാനുതകുന്ന സാഹചര്യങ്ങളാണ് അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിനെ തുടക്കം മുതൽ ദൈവം അനുവദിച്ചിരുന്നത്. വിശുദ്ധ ചാവറയച്ചൻ്റെ ജന്മഭൂമിയായ കൈനകരിയിൽ തന്നെ തൻ്റെ അജപാലന ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുവാൻ ദൈവം അവസരം നൽകിയത് വലിയ അനുഗ്രഹമായി മാറിയെന്ന് പിൽക്കാലത്താണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. മാനുഷികമായ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതീതമായ ഉപരിനന്മയിലേക്ക് നയിക്കുന്ന ദൈവിക തീരുമാനങ്ങൾ എല്ലാ ജീവിതത്തിലും തിരിച്ചറിയപ്പെടുവാൻ അഭിവന്യ പിതാവിൻ്റെ ആദ്യകാല അനുഭവങ്ങൾ പ്രചോദനകരമാണ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടനാട്ടിലെ എൻ്റെ ശുശ്രൂഷ എനിക്ക് ഏറെ സന്തോഷം പകരുന്ന ഒന്നായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഞാൻ കൈനകരിയിൽ എത്തുമ്പോൾ പല അപ്രതീക്ഷിതമായ അനുഭവങ്ങളും എനിക്കുണ്ടായിരുന്നു. കുട്ടനാട്ടിലെ ഏറ്റവും നല്ല ഒരു ഇടവുകളിലൊന്നാണ് കൈനകരി. നല്ല കുലീനത്വമുള്ള ദേവജനം വസിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണ് കൈനകരി. വിശ്വാസത്തിൻ്റെ ആഴമായ ഒരു പാരമ്പര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ ജന്മം കൊണ്ട സ്ഥലമാണ് കൈനകരി. അങ്ങനെ പവിത്രമായ ഒരു പാരമ്പര്യം ഈ കൈനകരിക്കുണ്ട്. അവിടുത്തെ ജനത്തിനും ആ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇടവക ശുശ്രൂഷയിൽ ഞാൻ തുടക്കം കുറിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ ഏതാനും മാസങ്ങളിലെ അനുഭവം എനിക്ക് കുറേയൊക്കെ ദുഃഖമുളവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില ചിന്തയ്ക്ക് വിരുദ്ധമായ ചില അനുഭവങ്ങൾ എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഒന്നാമതായി ഏതാണ്ട് ഒരു ഏകാന്തവാസം പോലെ എനിക്കവിടെ കഴിയേണ്ടി വന്നു ആദ്യത്തെ ഏതാനും മാസങ്ങൾ. കാരണം അവിടെ പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നുമില്ല. പ്രായമായ വികാരിയച്ഛൻ, എന്നാൽ ആളുകളൊന്നും തന്നെ ഇടവകയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പള്ളിയിൽ വരുന്നു, കുർബാനയിൽ സംബന്ധിക്കുന്നു, അതിലപ്പുറത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ എൻ്റെ മുറിയിൽ ഏതാണ്ട് ഒരു ഏകാന്തവാസം പോലെ, വികാരിച്ചനുമായിട്ടുള്ള സമ്പർക്കവും ബന്ധവുമല്ലാതെ പ്രത്യേകിച്ച് സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു അവിടെ. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ക്രമേണ അവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുടെ ചുമതല എനിക്ക് കിട്ടി. അത് വളരെ സന്തോഷകരമായി നിർവഹിച്ചു. വളരെ സമർപ്പിതരായ ഒരു പറ്റം മതാധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. വളരെ സജീവമായ രീതിയിൽ സൺഡേ സ്കൂൾ നടന്നു പോന്നു. യുവജനങ്ങളെ പ്രത്യേകമായി സംഘടിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അത് വളരെ
ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വിചാരിച്ച് പറയുണ്ടായി. യുവജനങ്ങളെ സംഘടിപ്പിക്കാൻ സാധിക്കുകയില്ല, സംഘടിപ്പിച്ചാൽ തന്നെ അതൊരു വലിയ തലവേദനയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു വികാരി അച്ഛൻ പ്രതികരിച്ചത്. എങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് ക്രമേണ യുവജനങ്ങളെയൊക്കെ സംഘടിപ്പിക്കുകയും അങ്ങനെ സാമാന്യം സജീവമായ രീതിയിൽ ഒരു യുവജന പ്രസ്ഥാനത്തിന് അവിടെ രൂപം കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്തു. അവിടെയുള്ള തൊഴിലാളികളെ, സാധാരണ തൊഴിലാളികളെ, പ്രത്യേകിച്ച് മീൻപിടുത്തക്കാരായിട്ടുള്ള തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ പാപങ്ങളായിരിക്കുന്ന ആൾക്കാരാണ്. നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന കുറേയധികം പാവപ്പെട്ടവരവിടെ ഉണ്ടായിരുന്നു. ദളിത് ക്രൈസ്തവരവിടെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ എന്തു ചെയ്യാൻ സാധിക്കും, ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയും അങ്ങനെ അവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ മീൻപിടുത്തക്കാർക്ക് വലയും മറ്റും നൽകുവാനുള്ള ഒരു പദ്ധതി ഇടുകയും ആ രീതിയിൽ അവരെ സംഘടിപ്പിക്കുകയും ചെയ്തു. അതൊക്കെ അവർക്ക് വളരെ ആശ്വാസകരമായി തോന്നി. ഇനി ഈ രീതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യകതയും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി കുറേയൊക്കെ അവിടെ ചെയ്യുവാൻ സാധിച്ചു. നമുക്കൊപ്പമുള്ള ഏറിയ പങ്ക് സാധാരണ വിശ്വാസി സമൂഹത്തിനു മുന്നിൽ ഭൗതികമായ കെട്ടുപാടുകൾക്കും പ്രതിസന്ധികൾക്കും അപ്പുറം ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് തനതായൊരു തലം കണ്ടെത്താനാവില്ല എന്നത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വവും അഭിഷിക്തനുണ്ടെന്ന അഭിമന്യ പിതാവിൻ്റെ തിരിച്ചറിവ് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുമാണ് ആരംഭിച്ചത്. തന്നിൽ ദൈവം ഭരമേൽപ്പിച്ച അജഗണത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും അവർക്കൊപ്പം നിൽക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ അവർക്ക് അദ്ദേഹം പ്രിയങ്കരനായി മാറി. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പുറമെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് നിർത്തുവാൻ ഉതകുന്ന രീതിയിൽ ആദ്യ ഇടവകയിൽ ഒരു ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിക്കുവാനായത് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചുവെന്നും അദ്ദേഹം സ്മരിക്കുന്നു. ഈ ഇടവകയുടെ ഒരു ഭാഗത്ത് പള്ളിയുമായി വലിയ ബന്ധമില്ലാത്ത കുറേ ആൾക്കാർ വസിക്കുന്ന സ്ഥലവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. ഞാൻ ചെന്ന പിറ്റേ വർഷം ഒരു ക്രിസ്മസ് ആഘോഷം നടത്തുകയുണ്ടായി. ഈ ക്രിസ്മസ് ആഘോഷത്തിൽ എല്ലാവരെയും, എല്ലാ മതവിഭാഗങ്ങളെയും, ആ ദേശത്തുള്ള എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു സംയുക്ത ക്രിസ്മസ് ആഘോഷം നടത്തിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ടായി. വികാരി അച്ഛൻ്റെ അനുവാദത്തോടെ അപ്രകാരം ഒരു സംയുക്ത ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുവാൻ സാധിച്ചു. നിരീശ്വരർ പോലും അതിൽ സംബന്ധിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അത് നല്ലൊരു അനുഭവമാണ് എനിക്ക് തോന്നി. മതമൈത്രിയുടെയും അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ആൾക്കാരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന മേഖലകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യം എനിക്ക് അത് നൽകി. ഏതായാലും ഇതുവരെയുള്ള ചില അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളൊക്കെ വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിരുന്നു. അവിടെ ഉള്ള ദളിതരായ ക്രൈസ്തവ സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടുവാനും അവരുടെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കുവാനും അവരുടെ വീടുകളിൽ പോയി അവരോടൊപ്പം അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ആ ഇടവകയിൽ സജീവമായ ഒരു ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിച്ചു. എൻ്റെ പുരോഹിത ശുശ്രൂഷയുടെ ആദ്യഘട്ടം അങ്ങനെയാണ് എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചത്. അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് തൻ്റെ ആദ്യകാല അജപാലന അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എക്കാലവും തന്നെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുള്ള ചില കാഴ്ചകൾ ഓർമ്മിക്കുന്നു.
ക്രിസ്തുനാഥൻ്റെ സ്നേഹ സന്ദേശങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കുന്ന ചിലർ, ശത്രുക്കളെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ച, സ്വജീവിതത്തിൽ അതിന് മാതൃക നൽകിയ ഈശോയിൽ നിന്നകന്ന് മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ആ ഒരു വിഭാഗം തനിക്കെന്നും അസ്വസ്ഥതകൾ സമ്മാനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. ഇടവക ശുശ്രൂഷയിൽ എന്നെ വേദനിപ്പിച്ച, എന്നെ ഞെട്ടിപ്പിച്ചതെന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാനൊരു ഇടവയിൽ വികാരിയായിരുന്ന അവസരത്തിൽ ആ ഇടവയിലെ സാമാന്യം സമ്പന്നനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തുവാൻ വേണ്ടി എന്നെ സമീപിച്ചു. കുർബാന അർപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ സമ്മതിച്ചു. അങ്ങനെ ആഘോഷമായ കുർബാന അർപ്പിച്ച് വിവാഹം ആസ്വദിക്കുവാൻ എല്ലാം തീരുമാനമായി. അങ്ങനെയിരിക്കെ ആ ഇടവയിലെ തന്നെ മറ്റൊരു കുടുംബത്തിലെ, അതൊരു പാവപ്പെട്ട കുടുംബമായിരുന്നു, ആ കുടുംബത്തിലെ കുടുംബനാഥനും എന്നെ സമീപിച്ച് തൻ്റെ മകൻ്റെ വിവാഹം നടത്തിത്തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. രണ്ടും ഒരേ ദിവസം തന്നെ നടത്തുവാനാണ് രണ്ടുപേരും ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞു, നടത്താം, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടത്തിയാൽ മതിയല്ലോ. ഒരേ ഇടവയിൽപ്പെട്ട രണ്ട് കുടുംബങ്ങളിലെ രണ്ട് സഹോദരങ്ങളുടെ വിവാഹമാണല്ലോ. അതനുസരിച്ച് ഞാൻ ആദ്യം എന്നെ സമീപിച്ച് അവനോട് പറഞ്ഞു, ഈ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ മറ്റൊരു വിവാഹം കൂടി ഉണ്ടാകും, ഇന്നയാളുടെ വിവാഹം കൂടി ഉണ്ടാകും. അപ്പോൾ ഒരുമിച്ച് കുർബാന അർപ്പിച്ച് ഒരുമിച്ച് വിവാഹാശീർവാദം നടത്തുവാൻ സാധിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടെ എന്നോട് പറയുണ്ടായി, ഇത് ഞാൻ പൈസ തന്ന് ചൊല്ലിക്കുന്ന കുർബാനയാണ്, എൻ്റെ ഈ കുർബാനയിൽ മറ്റൊരാളെ വിവാഹത്തിനായിട്ട് സംബന്ധിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. വിശുദ്ധ കുർബാനയെക്കുറിച്ചും കുദാശകളെക്കുറിച്ചുമൊക്കെയുള്ള അജ്ഞതയാണ് വാസ്തവത്തിൽ ഇതുപോലെയൊക്കെ പ്രതികരിക്കുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന ദൈവം കർത്താവ് അർപ്പിച്ച ബലി എല്ലാവർക്കും വേണ്ടി അർപ്പിച്ച ബലിയാണ്. ഒരൊറ്റ ബലിയേ ഉള്ളൂ. ആ ബലി മനുഷ്യർക്ക് മുഴുവനും വേണ്ടി അർപ്പിച്ചതാണ്. എല്ലാവരുടെയും നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അർപ്പിച്ചതാണ്. അത് തന്നെയാണ് തുടരുന്നത്. പക്ഷേ ആ ഒരു അർത്ഥം, കുർബാനയുടെ ആ ഒരു അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. എത്രയോ ഉദാരമായി ദൈവം നമുക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുന്നു. ആ കുർബാനയിലൂടെ അനന്തമായ നന്മകൾ എല്ലാവർക്കും അവിടുന്ന് വർഷിക്കുന്നു. അപ്പോൾ അത് ഒരു പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ബിസിനസ് പോലെ അതിനെ കാണുവാനും തരം താഴ്ത്തുവാനും മനുഷ്യന് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള പരിതാപകരമായ അജ്ഞത കൊണ്ടാണ്. അജപാലനത്തിൻ്റെ ആദ്യ നാളുകളിൽ അഭിവന്യ പെരുന്തോട്ടം പിതാവിൻ്റെ പ്രവർത്തന രീതികളിൽ വ്യക്തമാകുന്ന അദ്ദേഹത്തിൻ്റെ ഏറെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. എപ്പോഴും പാവപ്പെട്ടവൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് അവരെ ദൈവരാജ്യത്തിൻ്റെ സമ്പന്നതയിലേക്ക് ചേർത്തു നിർത്തുവാനുതകുന്ന പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പതിവ് അജപാലന രീതികൾ അവിടെ പുനർനിർവഹിക്കപ്പെട്ടു. വലിയൊരു സമൂഹം ആഗ്രഹിച്ചിരുന്നതും എന്നാൽ പലപ്പോഴും അപ്രാപ്യവുമായിരുന്ന നേതൃത്വത്തിൻ്റെ ക്രിസ്തീയ മുഖം അവിടെ തെളിഞ്ഞുവന്നു. അജപാലനത്തിൻ്റെ മാറിയ രസതന്ത്രത്തിന് എതിർപ്പുകൾ ഏറെയുണ്ടായിരുന്നുവെങ്കിലും കാലത്തിനനുസൃതമായി ദൈവം ആഗ്രഹിച്ച, അനുവദിച്ച ഇടപെടലുകളായിരുന്നു അവയെന്ന് കാലം തെളിയിച്ചു. പുളിങ്കുന്നിൽ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോഴാണ് ഈ അവിടെയുള്ള തൊഴിലാളികളെ, ക്രൈസ്തവ തൊഴിലാളികളെ പ്രത്യേകമായിട്ട് സംഘടിപ്പിക്കുവാൻ എനിക്കിടയായി. ആ കാലഘട്ടത്തിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ അവിടെ യൂണിറ്റുകൾ സ്ഥാപിക്കുവാനും തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാനും സാധിച്ചു.
അതോടൊപ്പം തന്നെ അതിരൂപതാ തലത്തിൽ ക്രൈസ്തവ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുമതല വഹിക്കാനുള്ള നിയോഗവും എനിക്ക് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുളുങ്കുന്നിലെ തൊഴിലാളികളെ കൂടുതലായി സംഘടിപ്പിച്ചു. അവിടുത്തെ സ്ത്രീ തൊഴിലാളികളെയും പുരുഷ തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിച്ചു. അവർക്ക് ശരിയായ ബോധവൽക്കരണം നൽകി. അങ്ങനെ ക്രൈസ്തവ തൊഴിലാളികൾ എന്ന നിലയിൽ അവരെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത് ഇന്നും വലിയൊരു ഉത്തേജനമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള സാധാരണ പാവപ്പെട്ട തൊഴിലാളികൾ, അവർക്ക് ഒരു പിന്തുണയില്ലാതെ, അവരെ ഒരുമിപ്പിക്കാൻ ആരുമില്ലാതെ കഴിയുന്ന ഒരവസ്ഥ ക്രൈസ്തവ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സഭയുടെ മക്കളെ ഒരുമിച്ച് കൂട്ടുവാൻ ഇടയായത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. അവർക്കൊക്കെ ഒത്തിരി സഭാത്മകമായ ബോധനം നൽകുവാൻ, അവരെ സഭയോട് കൂടുതൽ അടുപ്പിക്കുവാൻ, പ്രത്യേകിച്ച് കൂദാസ ജീവിതവുമായി അവരെ ബന്ധപ്പെടുത്തുവാൻ ഒക്കെ എനിക്ക് സാധിച്ചു. ദൈവ വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ജനമാണ് ഇവരെ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം പല കാര്യങ്ങളെക്കുറിച്ചും, സഭാത്മകമായ പല കാര്യങ്ങളെക്കുറിച്ചും കേവലം ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ വചനം, വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണെന്നുള്ള ബോധ്യം അത് എന്നിൽ ജനിപ്പിക്കുകയുണ്ടായി. കർത്താവ് പറഞ്ഞതുപോലെ ഈ ജനതയെപ്പറ്റി എനിക്ക് അലിവ് തോന്നുന്നു, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇവർ ആയിരിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ ആ വാക്കുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അന്വർത്ഥമാണ്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തൻ്റെ കാര്യപ്രാപ്തി സമൂഹമധ്യത്തിൽ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നിയോഗം അല്പം കൂടി വിശാലമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോടൊപ്പം നിന്ന് അവിടുത്തെ ചിതറിക്കപ്പെട്ട അജഗണത്തിനു വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിച്ച ആ യുവവൈദികൻ്റെ തീക്ഷ്ണത ഗ്രഹിച്ച രൂപതാ നേതൃത്വം അദ്ദേഹത്തെ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഭരമേൽപ്പിച്ചു. രൂപതാ കേന്ദ്രത്തിൽ വിശ്വാസ പരിശീലനം, തൊഴിൽ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ രംഗങ്ങളിൽ വലിയ ചുമതലകളോടെ നിയോഗിക്കപ്പെട്ട അദ്ദേഹം തുടർന്നുള്ള കാലങ്ങളിലും ഒരു വലിയ ഭൂപ്രദേശത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. സൂക്ഷ്മമായ ഒരു ദൈവീക തെരഞ്ഞെടുപ്പും വ്യക്തമായ പ്രത്യുത്തരവും കൂടിച്ചേർന്നപ്പോൾ രൂപപ്പെട്ട ശക്തനായ ഒരു അഭിഷിക്തൻ്റെ ചിത്രമാണ് ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നത്. ഇപ്രകാരം ഉള്ള ആദിമ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഞാൻ രൂപതാ കേന്ദ്രത്തിലേക്ക് വിളിക്കപ്പെട്ടു. അവിടെ അതിരൂപതാ തലത്തിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ചുമതല എനിക്ക് നൽകി. അതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചുമതലയും തുടർന്നു പോന്നു. അങ്ങനെ 3-4 വർഷങ്ങൾ അതിരൂപതാ കേന്ദ്രത്തിൽ സന്ദേശ നിലയത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു. രൂപതയിലെ മതബോധന രംഗത്ത് വളരെ സജീവമായിട്ടും വളരെ ഉത്സാഹത്തോടുകൂടിയും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ധാരാളം ആൾക്കാരെ സഹപ്രവർത്തകരായിട്ട് കിട്ടി. അൽമായ സഹോദരങ്ങൾ, അധ്യാപകർ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, ഇവരൊക്കെ വലിയ പിന്തുണ നൽകുകയുണ്ടായി. വൈദികരും നന്നായിട്ട് തന്നെ സഹകരിച്ചു. അങ്ങനെ സന്ദേശ നിലയത്തിൽ മതബോധന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ചെയ്യുവാൻ സാധിച്ച കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് എപ്പോഴും സന്തോഷവും സംതൃപ്തിയുമുണ്ട്. പ്രത്യേകിച്ച് അൽമായരായിട്ടുള്ള സഹോദരങ്ങൾക്ക് കൂടുതൽ അറിവ് പകരുവാനും, വിശ്വാസ പരിശീലന രംഗത്ത് അവർക്ക് ആത്മവിശ്വാസം പകരുവാനും, അവർക്ക് ഒരു പങ്കുണ്ട് സഭയുടെ ജീവിതത്തിൽ, സുവിശേഷവൽക്കരണത്തിൽ അൽമായർക്ക് ഒരു പങ്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും ഒക്കെ കഴിഞ്ഞതിൽ എനിക്കും വളരെയേറെ സന്തോഷമുണ്ട്.
2002 മെത്രാൻ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നതുവരെയുള്ള സുദീർഘമായ 28 വർഷം പൗരോഹിത്യ ജീവിതകാലത്തുടനീളവും അദ്ദേഹം ജീവിതത്തിൽ അനുവർത്തിച്ചിരുന്ന ലാളിത്യത്തിൻ്റെ ജീവിതശൈലി ഏറെ മാതൃകാപരമായിരുന്നു. ഏറ്റവും സാധാരണക്കാരനായവനുമായി കൂടുതൽ അടുക്കുവാനും അവരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുവാനും ലാളിത്യത്തിൻ്റെ ജീവിതപാത തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പലപ്പോഴും ആളുകളോട് കൂടെ കൂടുതൽ സമയം ആയിരിക്കുവാനും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാനും താല്പര്യം കാണിച്ചിരുന്നു. ആളുകളെ കാണുവാനും വീടുകൾ സന്ദർശിക്കുവാനും അവരുടെ അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരെ പഠിപ്പിക്കുവാനും നയിക്കുവാനും ഒക്കെയുള്ള ഒരു ശ്രദ്ധയാണ് ഞാൻ ചെലുത്തിയിട്ടുള്ളത്. ഒരു വാഹനത്തിൽ കയറി ഒരു വീട്ടിൽ ആളുകളെ സന്ദർശിക്കാൻ ചെല്ലുന്നതും നടന്ന് ആ വീട്ടിൽ പ്രവേശിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നടന്നു പോകുന്ന അവസരത്തിൽ വഴിയിൽ വെച്ച് തന്നെ പലരെയും കാണാൻ സാധിക്കും, ബന്ധപ്പെടാൻ സാധിക്കും, അവരോട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒരു അടുപ്പമുണ്ടാകും, ആളുകളുമായിട്ടൊരു ബന്ധം, ഒരു അടുപ്പമുണ്ടാകും. അതേസമയം ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ പോയി പെട്ടെന്ന് വഴിയിൽ ആരോടും സമ്പർക്കം പുലർത്താൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു പക്ഷേ കൂടുതൽ സ്പീഡിൽ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചെന്നേക്കാം. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മെത്രാനായി നിയോഗിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ച് അത് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും ആഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം, അത് ഉള്ളിൽ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പലപ്പോഴും അല്ലാതെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഞാൻ കാണുന്നു. ഏതായാലും ബാഹ്യമായിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെയും ആന്തരികമായിട്ട് മനോഭാവം കൊണ്ട്, മനസ്സുകൊണ്ട് എല്ലാവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് അവരിൽ നിന്ന് അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലാണ്, ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക ഇടപെടലുകൾ കൊണ്ടും ഉറച്ച ആത്മീയ നേതൃത്വം കൊണ്ടും ശ്രദ്ധേയനായ ഒരു അഭിഷിക്തൻ. ആ ജീവിതാനുഭവങ്ങളുടെ പാഠപുസ്തകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുമ്പോൾ അത് ഏറെ പ്രചോദനകരവും ഊർജദായകവുമാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തികഞ്ഞ ജീവിത ദർശനത്തോടു കൂടിയ ഒരു ദൈവ ശുശ്രൂഷകൻ എന്തായിരിക്കണമെന്ന് ഈ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവോന്മുഖരായി ജീവിക്കുവാൻ നാം ഏവർക്കും ഈ ജീവിതം മാതൃകയായി മാറട്ടെ. ഓരോ സംസ്കാരത്തിലുമുള്ള നല്ല ഘടകങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, വിലമതിക്കണം. അതിനെ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമല്ലെങ്കിൽ സ്വാംശീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. എന്നാൽ അന്യസംസ്കാരത്തിൽ മോശമായ ചില ഘടകങ്ങൾ ചിലപ്പോൾ ആകർഷകമായി തോന്നിയേക്കാം. അങ്ങനെയുള്ളതിനെ ഉൾക്കൊള്ളാനും ഇടയാവരുത്. എല്ലാ സംസ്കാരത്തിലും ഉണ്ട് ചില നന്മകളും ചില തിന്മകളും. പലപ്പോഴും തിരക്കുകളുടെ നടുവിൽ പ്രവർത്തനങ്ങൾ പരമ്പരയായിട്ട് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ടാകാം. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഏകാഗ്രതയിൽ കർത്താവിനോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഇടയിൽ കുറച്ച് സമയം ഏകാന്തതയിൽ ദൈവത്തോടൊപ്പമായിരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ശരിക്കും വിശ്രമം എന്ന് പറയുന്നത്. കർത്താവ് അതാണ് നമ്മളിന്ന് ആവശ്യപ്പെട്ടതും. വരുവിൻ, നമുക്ക് വിഭജന സ്ഥലത്തേക്ക് പോകാം, ഒപ്പം വിശ്രമിക്കാം എന്ന് ശിഷ്യന്മാരോട് ഈശോ പറയുകയുണ്ടായി. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്.